ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഫേസ് മാസ്ക് ആയിട്ടും ഫേഷ്യലായിട്ടും ഒന്നും അല്ല വന്നേക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു വിഷയമാണ്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്തേരെ. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തക്കാളിയെക്കുറിച്ചാണ്. ടൊമാറ്റോ നമ്മുടെ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാവുന്ന, അതായത് എല്ലാവർക്കും ഒരു സംശയമാണ്, തക്കാളിയെ നമുക്ക് വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ കൂട്ടാമോ അതോ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടാമോ എന്നുള്ളൊരു സംശയമാണ് എല്ലാവർക്കും. പക്ഷേ ഒരു സംശയവും വേണ്ട, നമുക്ക് വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടാവുന്ന ഒന്നാണ് ടൊമാറ്റോ. ഞാനിന്ന് ടൊമാറ്റോയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ഗുണങ്ങളുമുണ്ട്, കുറച്ച് ദോഷവശങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ധാരാളം പോഷക സമ്പന്നമായിട്ടുള്ള ഒന്നാണ് തക്കാളി. അതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, മഗ്നീഷ്യം എന്നീ തുടങ്ങിയ കുറേ പോഷകങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റബിളാണ് തക്കാളി. നമുക്കിതാണെങ്കിൽ വേവിക്കാതെയും വേവിച്ചും കഴിക്കാവുന്നൊരു പ്രത്യേകതയുണ്ട് ഈ തക്കാളിയെക്കുറിച്ച്. തക്കാളിയിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ലൈക്കോപ്പിൻ, പൊട്ടാഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തക്കാളി നല്ലതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനായിട്ട്. തക്കാളി ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പാടില്ല. കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വേവിച്ചേ കഴിക്കാവുള്ളൂ. അതിനകത്ത് ആ ഒരു ലൈക്കോപ്പിൻ എന്ന് പറയുന്നിട്ടുള്ള ഒരു ആസിഡ് ഉണ്ടായത് കൊണ്ടാണ് സ്ഥിരമായിട്ട് നമ്മൾ പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനത് പ്രോബ്ലം ആകും. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് നമ്മൾ തക്കാളി പച്ചയ്ക്ക് കഴിക്കരുത് എന്ന് പറയുന്നത്. തക്കാളി അമിതമായിട്ട് കഴിക്കുന്നത് സന്ധിവേദനയ്ക്കും നീർവീക്കത്തിനും കാരണമാകുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പച്ചക്കറിയിലൊക്കെ അടിക്കുന്ന സോളനൈൻ എന്ന ഒരു തരം ആൽക്കലോയിഡ് പച്ചക്കറിയിലൊക്കെ അടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സന്ധിവേദനയ്ക്കും നീർവീക്കത്തിനും കാരണമാകുന്നു നമ്മൾ തക്കാളി അമിതമായിട്ട് കഴിച്ചാൽ എന്ന് പറയാൻ കാരണം. തക്കാളി ദഹനത്തിന് നല്ലതാണെങ്കിലും നമ്മളൊരു പരിധിക്കപ്പുറം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസിഡിറ്റി ഉണ്ടാവാനും റിഫ്ലക്സ് ഉണ്ടാവാനും നമുക്ക് കാരണമാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അറിയാവുന്ന കുറച്ച് അറിവുകൾ തക്കാളിയെക്കുറിച്ച്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിവുകൾ അറിയാവുന്നുണ്ടെങ്കിൽ എന്നിൽ അറിയിക്കുക കമൻറ്റിൽ കൂടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.